നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനവും ഗൗരവമേറിയതും ജ്യോതിഷപരമായിട്ട് ആരും അധികം പറഞ്ഞ് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളുമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ഇതില് വളരെ പ്രധാനമായിട്ട് പറയുന്നത്, നമ്മൾ പല രീതിയിൽ പ്രാർത്ഥിച്ചും പൂജകൾ നടത്തിയും വഴിപാടുകൾ നടത്തിയും ഒക്കെ നമ്മളുടെ ജീവിതത്തെ ഒന്ന് കരക്കടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മുജ്ജന്മഭാവം എന്നൊക്കെ പറയാം. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമെന്നും പറയാവുന്നതാണ്. കൂടാതെ ചില പൂജകളിലൊക്കെ പിഴവുകൾ സംഭവിച്ചാലും അങ്ങനെ വരാവുന്നതാണ്. നമ്മൾ ഇവിടെ പറയുന്ന കാര്യം, നിങ്ങൾക്ക് 1 രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ദിവസം സമയം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കുകയും നിങ്ങളുടെ ഭാഗ്യം അനുകൂലമാകുകയും നക്ഷത്രങ്ങളുടെ പ്രസാദം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതാണ്. കൂടാതെ ഇതുമൂലം നിങ്ങൾക്കുണ്ടായിരുന്ന ശത്രുദോഷം, കണ്ണേറ്, ആഭിചാരം മൂലം നിങ്ങളുടെ നല്ല സമയങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ അശ്വതി നക്ഷത്രക്കാര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതം വളരെ സുഖകരവും സന്തോഷകരവും സുഖപ്രദവുമാക്കാവുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറഞ്ഞതൊരു 21 ദിവസം നിങ്ങൾ ഒന്ന് അനുവർത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗണ്യമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്, പുരുഷ നക്ഷത്രമാണ്. ഈ അശ്വതി നക്ഷത്രം വരുന്നത് മേടക്കൂറിലാണ്. ഇതെല്ലാം ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ഇതിൽ വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളുടെ രാശിനാഥൻ എന്ന് പറയുന്ന ചൊവ്വ എന്ന ഗ്രഹമാണ്. അതുകൊണ്ട് ചൊവ്വയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചൊവ്വയെ സ്മരിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ കൂടുതൽ പോസിറ്റീവ് എനർജിക്ക് കാരണമാകും. ഇത് ദിവസവും നിങ്ങൾ ചെയ്യുക. ഒരു തവണയെങ്കിലും നിങ്ങൾ ചൊവ്വയുടെ മന്ത്രം ജപിക്കുകയും ചൊവ്വയെ മനസ്സിൽ സ്മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു അനുഭവം ഉണ്ടാവുന്നതാണ്. ഈ കാര്യം ദിവസവും ചെയ്യണം. അടുത്തതായിട്ട്, നിങ്ങളുടെ ജനനം എന്ന് പറയുന്നത് കേതു ദശയിലാണ്. കേതു ദശാകാലം 7 വർഷമാണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നക്ഷത്രനാഥൻ കേതുവാണ്. ഈ കേതുവിനെ പ്രസാദിപ്പിച്ചാലും നിങ്ങൾക്ക് കുറെ പോസിറ്റീവ് എനർജികൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ കേതു മന്ത്രവും നിങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. എല്ലാം ഒരു 7 തവണയെങ്കിലും മിനിമം ജപിക്കാൻ ശ്രമിക്കുക. അതൊരു ചെറിയ ശബ്ദത്തോടെ ജപിക്കാൻ ശ്രമിക്കുക. ഇതിനെല്ലാം നിങ്ങൾ പ്രത്യേക ഒരു സമയം കണ്ടെത്തണമെന്നില്ല. നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോൾ ചെയ്താൽ മതിയാകുന്നതാണ്. ഇപ്പോൾ പറയുന്ന മന്ത്രങ്ങളെല്ലാം. നിങ്ങളുടെ വൃക്ഷം കാഞ്ഞിരമായതുകൊണ്ട് തന്നെ കാഞ്ഞിരത്തെ വീട്ടുവളപ്പിൽ ഒരു കാഞ്ഞിരം വെച്ചു പിടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കാഞ്ഞിരത്തിന്റെ ഒരു തൈ, ഇപ്പൊ ചിലപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കാഞ്ഞിരത്തിന്റെ ഒരു തൈ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളർത്താൻ കഴിയും. അതൊരു മരമാകാൻ തുടങ്ങുമ്പോഴേക്കും അത് മാറ്റി മറ്റൊരു ചെടിച്ചട്ടിയിൽ വളർത്താൻ ഒന്ന് പരിപാലിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ മൃഗം എന്ന് പറയുന്ന ആൺകുതിരയാണ്. ഈ ആൺകുതിരയുടെ ഫോട്ടോ നിങ്ങളുടെ കിടപ്പുമുറിയിൽ വെക്കുന്നത്, അതെപ്പോഴും കാണുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ്, നിങ്ങളുടെ മൃഗമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ പക്ഷി പുള്ളാണ്. നമ്മൾക്ക് എപ്പോഴും പുള്ളിനെ കണ്ടു കിട്ടണമെന്നില്ല. അതുകൊണ്ട് പുള്ള് എന്ന് മനസ്സിൽ വിചാരിച്ച് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ പഞ്ചഭൂതം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഈ ഭൂമിദേവിയെ തൊട്ട് വന്ദിച്ച് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭമായി മാറുന്നതാണ്. ഇനിയും ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ ശ്രമിക്കുക. കൂടാതെ ഈ ദിവസങ്ങളിൽ കൃത്യമായ സമയവും നമ്മൾ പറയുന്നുണ്ട്. വ്യാഴം, ഞായർ, ചൊവ്വ ദിവസങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വ്യാഴവും ഞായറും ചൊവ്വയും അടങ്ങുന്ന ഈ 3 ദിവസങ്ങളിലും സൂര്യോദയം തൊട്ട്, അതായത് കലണ്ടറിൽ നമുക്ക് നോക്കിയാൽ സൂര്യോദയം കഴിയും. സൂര്യോദയം മുതലുള്ള ആദ്യത്തെ 1 മണിക്കൂർ, അതായത് ഇപ്പോൾ 6 മണിക്കാണ് സൂര്യോദയം എന്ന് വിചാരിക്കുക. ആദ്യത്തെ 1 മണിക്കൂർ 6 മുതൽ 7 വരെ ശുഭകാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിന്റെ 8-ാം മണിക്കൂർ, അതിനുശേഷം 15-ാം മണിക്കൂർ, അതിനുശേഷം 22-ാം മണിക്കൂർ, ഈ 4
സമയങ്ങളിൽ നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് വളരെ ശുഭമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പറയുകയാണ്, അനുകൂലമായിട്ടുള്ള ദിശ. അതായത് നിങ്ങൾ ഒരു യാത്ര, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര പുറപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു. അതിനു മുമ്പ് നിങ്ങൾ ഈ ദിശകളിലേക്ക് നോക്കി ഒന്ന് സ്മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ ദിശകളിലൂടെ മുന്നോട്ട് പോയി കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഈ ദിശകളിലൂടെ ആയാലും മതിയാകുന്നതാണ്. കിഴക്ക് ദിശയിലൂടെ നിങ്ങളൊന്ന് നടന്നു നീങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് പോകേണ്ട വഴികളിലൂടെ പോകുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പരീക്ഷ എഴുതാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കാം. മറ്റൊരു തെക്ക് എന്ന് പറയുന്നത് തെക്ക് കിഴക്കായിട്ട് നിങ്ങൾക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ രണ്ട് ദിശകളിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഋതുക്കൾ എന്ന് പറയുന്നത് ഗ്രീഷ്മവും ഹേമന്തവുമാണ്. ഈ ഗ്രീഷ്മത്തിലും ഹേമന്തത്തിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് തന്നെ നിങ്ങൾക്ക് വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഒരു 21 ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ അശ്വതി നക്ഷത്രത്തിനൊരു ബീജമന്ത്രമുണ്ട്. അശ്വതി നക്ഷത്രത്തിന്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം എന്നാണ്. അശ്വതി നക്ഷത്രക്കാര് ഉണർന്നെഴുന്നേൽക്കുന്നു, ഇതിന് കൃത്യമായ സമയമുണ്ട്. ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ പേരോടുകൂടി നിങ്ങൾ ഓം ഹ്രീം ഈ മന്ത്രം കൂടി 7 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന ഒരു തേജസ്, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് ഒരു 21 ദിവസം, ഈ 21 ദിവസം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു 4-5 ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ ഫലം ഉണ്ടായി തുടങ്ങുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക. ഈ 21 ദിവസം എന്ന് നമ്മൾ പറയുന്നത്, അതിനുശേഷം നിങ്ങൾക്കിത് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ രീതിയിലും വളരെ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.